ദിവസവും ഈ നിമിഷം ഓർത്തു വെച്ചോ നിങ്ങള്. ഈ വീടിന്റെ അസ്ഥിവാര ഇളക്കലാണ് ഇനി എന്റെ ലക്ഷ്യം. നിങ്ങൾ മൂന്നാളെ ഇവിടെ മണ്ണിനടിയിലാക്കിയിട്ട് ഞാൻ അവനെ എന്റെ അടിമയാക്കിയിട്ട് ഇവിടെ വാഴും. അളകനന്ദയുടെ വാക്ക്. അജി, അവള് പോട്ടെ. പക്ഷെ ഇനിയെങ്കിലും നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് നീ തെളിയിക്കണം. അതിനുടൻ തന്നെ നീ ഒരു കല്യാണം കഴിക്കണം. നോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. കഴിഞ്ഞു തന്നെ ധാരാളം. മോനെ, മറ്റൊരു കല്യാണത്തിന് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നമ്മളെയെല്ലാം അപമാനിച്ചിട്ടാ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനി അവൾക്ക് ഇന്ത്യ വരത്തിൽ സ്ഥാനമില്ല. പക്ഷേ നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ മാത്രമല്ല, നിന്റെയും കൂടി അഭിമാന പ്രശ്നമാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ നിന്റെ രക്തത്തിലൊരു കുഞ്ഞുണ്ടാവും. അതിനുള്ള മാർഗങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ശിവൻ നിന്നോട് പറഞ്ഞു തരും. നീ അതനുസരിച്ചാ മതി. അവനൊന്നും പറയുന്നില്ലല്ലോ. പറയും ചേച്ചി, പറയിക്കും ഞാൻ. ഇനിയിപ്പോ എന്തിനും അജി തയ്യാറാവും. അവന്റെ മനസ്സിന് അത്രയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് ഇപ്പോ. അതെ, ഈ മുറി ഉണങ്ങും മുമ്പ് തന്നെ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കണം. നടപ്പിലാക്കും. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനാകും. അച്ഛനാകുന്നതിന് തടസ്സം അവനാണോ എന്ന ടെസ്റ്റ് നടത്താനാണെന്നും പറഞ്ഞ് ഞാൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന്റെ സെമൻ കളക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. അതുമതി വിസ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാനും അവളുടെ ഓവവുമായി ചേർന്ന് നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനും. സൂപ്പർ. ശിവനത് അജിയെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പുറപ്പെടണം. വിസ്മയ ഏബിൾ ആണോ എന്ന ടെസ്റ്റ് നടത്തണം. അവൾ കൂടി ഓക്കെ ആയാൽ നമ്മൾ ഈ യുദ്ധം ജയിക്കും. ഒരു കുഞ്ഞിനെ കൂടി കിട്ടിക്കഴിഞ്ഞേ നമ്മൾ ഈ രഹസ്യം അജിയെ അറിയിക്കൂ. എന്താ, സമ്മതമല്ലേ? സമ്മതം. എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചതാ. പിന്നെ ഒത്തിരി തിരക്കായിപ്പോയി. നാളെ എന്തായാലും വരണം. മുഹൂർത്തം 11-നും 12:30 ഇടയില. ഓക്കെ, ശരി. എന്താ ചേച്ചി? കാലത്ത് നമ്മള് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? നാളെ അടുക്കള കയറാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കാറ്ററിംഗുകാര് കാലത്ത് തന്നെ ഇവിടെ എത്തിച്ചോളും. ഓ, സമാധാനം. എന്റെ ദൈവമേ, അമ്മാവനും അമ്മായിയും. രോഹിണി, ഞങ്ങൾ വന്നു. കല്യാണത്തിന്റെ കാര്യമൊന്നും അവരോട് പറയണ്ട. വഴക്കൊക്കെ മറന്നു എന്ന് നടിച്ച് എന്റെ കയ്യിൽ നിന്ന് 10,000 അടിച്ചു മാറ്റാൻ വരുന്നതാ.
അത് കെട്ടിയാ അവരങ്ങ് പൊയ്ക്കോളും. ചേട്ടാ കാശ് ചേട്ടാ ബഹളം വെക്കാതെ ചേട്ടാ, കാശ് ഞങ്ങൾ എവിടെ പോയില്ലല്ലോ, ഇവിടെ തന്നെ ഇല്ലേ? കാശ് ചേട്ടാ. ഇറങ്ങ രോഹിണി മോളെ, ദേ, യവന്റെ പൈസ അങ്ങ് കൊടുത്തിട്ടേ ഭയങ്കര ശല്യം. എത്രയായി? 140 രൂപ. 140 രൂപയോ? അന്യായ കൂലിയാണല്ലോ. 140 രൂപ കൊടുത്താലേ നല്ല സ്വയംഭൻ 1/2 ലിറ്റർ സാധനം കിട്ടും. അടിച്ചു പൂക്കുറ്റിയാവാം. ശരി ചേച്ചി. അമ്മായി, ഇത് വിനയേട്ടന്റെ MBBS പഠിക്കുന്ന അനിയത്തിയാ. വിസ്മയ എന്നാ പേര്. അല്ലല്ലല്ല, ഇവള് വിസ്മയല്ല, തമിഴത്ത് മല്ലിയാ. അയ്യോ എന്റെ അമ്മായി, അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതൊക്കെ അങ്ങ് മറന്നുകളാ. അത് തന്നെ, അമ്മാവനും അമ്മായിയും ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു പോയാ മതി. അയ്യോ, ദൂരെന്ന് വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഞങ്ങളെ ഇവിടുത്തെ മോടെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ പന്തൽ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എടി പെണ്ണേ, നിന്റെ മുഖത്തെന്താ ഒരു രക്തപ്രസാദം ഇല്ലാത്തത്? വയറ് കുറച്ച് തള്ളിയിട്ടുണ്ടല്ലോ. വയറ് കണ്ടിട്ടേ 2-3 മാസമായതുപോലെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെയാ? ആ, അത് ശരിയാ. ഹ, ഇവിടെ വന്ന് വാരി വലിച്ച് തിന്നിട്ടാ വയറ് ചാടിയത്. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാതാ, ഞങ്ങളെ വയറ് കത്തിയിട്ടാ ഇങ്ങോട്ട് വന്നത്. രോഹിണി, ഇവരകത്തേക്ക് വിളിച്ചോണ്ട് പോ, ഞാൻ ചായക്ക് വെള്ളം വെക്കാം. അമ്മായി വാ. വന്നേ. ഒന്ന് വീശുന്നോ? എന്റെ അരയിലെ നല്ല സ്വയംഭ സാധനമുണ്ട്. ഒന്നടിച്ച നിന്ന് കത്തും, ആനമയ്ക്ക് തോൽപ്പിക്കുന്ന ഇനമാണ്. അയ്യോ, നല്ല ബെസ്റ്റ് ഇനമാണ്. അമ്മ വന്നേ. നമുക്ക് കാണണം. ഇവിടെ കാണൂ. ഓ, മഹേശ്വരി മാഡം, എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ മാഡം. വിസ്മയ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത്? അത് മാഡം, ഒരു എക്സ്ക്യൂസും ഇങ്ങോട്ട് പറയണ്ട. ഏട്ടനെ പേടിച്ച് ഓടിപ്പോയ ശേഷം എന്നെ ഒന്ന് വിളിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. സോറി മാഡം. എനിക്ക് കേക്കണ്ട. ഞാനിപ്പോ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ കാണിച്ച ആത്മാർത്ഥത നീ തിരിച്ചു കാണിക്കണം. ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഡം. ആ, വിസ്മയ പെട്ടെന്ന് ഹോട്ടലിലെത്തണം. അന്ന് മുടങ്ങിപ്പോയി ടെസ്റ്റ് നടത്തണ്ടേ? അത് മാഡം, നാളെ ചേച്ചിയുടെ വിവാഹമാണ്. അത് നാളെയല്ലേ? ഇന്ന് വരാനാണ് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ട് വരാം. പറ്റില്ല, ഇന്ന് തന്നെ എത്തണം. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ഇപ്പോഴോ? ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നോണ്ടിരിക്കുക. എങ്കിലേ ഞാൻ ആ വീട്ടിലേക്ക് നേരിട്ട് വരാം. എന്നിട്ട് നിനക്ക് ഇത്രയധികം കാശ് തന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ എല്ലാവരോടും പറയാം. എന്താ, അത് വേണോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് വേണം? ഞാൻ വീട്ടിലേക്ക് വരണോ അതോ? വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം മാഡം. കുഴപ്പമില്ല. ശരി, കാറ് കൊടുത്തു വിടണോ ഞാൻ? വേണ്ട മാഡം, ഞാൻ വന്നോളാം. വന്നില്ലെങ്കിൽ ഞാൻ ഡോക്ടറെയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും. ടെസ്റ്റ് നമുക്ക് അവിടെ വെച്ച് നടത്താം. ഞാൻ ഹോട്ടലിൽ എത്താം മാഡം, ഉടൻ വന്നോളാം. ഓ, എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ശരി മാഡം. പിന്നെ ആരും കാണാതെ വേണം വരാൻ. അന്നത്തെ പോലെ ഇത്തവണ ഓടാൻ നിന്നെ ഞാൻ വിടില്ല. ഞാൻ ശ്രദ്ധിച്ചു വന്നോളാം. ശരി.
ദാ ഞാനെത്തി. നിന്റെ ചേച്ചിയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേടി. എന്തൊക്കെയാടി പരിപാടി? എന്താടി നിനക്കൊരു ടെൻഷൻ? ഒന്നുമില്ല. നിന്നെ കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് നല്ലത്. ആ പിന്നെ നിന്റെ വിനേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു, നിന്റെ കാര്യം ചോദിക്കാൻ. വഴിയിൽ വെച്ചാ കണ്ടത്. എന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? പറഞ്ഞില്ലേ നിന്റെ കാര്യങ്ങൾ ചോദിച്ചു എന്ന്. എന്ത് കാര്യം? പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിസ്മയുടെ ഏട്ടൻ എന്താ ഒരിക്കലുമില്ലാതെ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. വിസ്മയെ പറഞ്ഞു കാണുമല്ലോ, പെട്ടെന്ന് വീട്ടിലൊരു കല്യാണം തീരുമാനിച്ചു. അതിന്റെ തിരക്കിനിടയിൽ ഇതിലെ പോയപ്പോ തന്നെ ഒന്ന് നേരിട്ട് വിളിച്ച് ക്ഷണിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ആ സന്തോഷം. ഞാൻ മമ്മിയോട് പറഞ്ഞോളാം, വിസ്മയുടെ ബ്രദറ് വഴിയിൽ കാത്തു നിന്ന് മാരേജിന് നമ്മളെ ക്ഷണിച്ചു എന്ന്. പക്ഷെ ആള് സ്ഥലത്തില്ല. കർത്താവിനെയും മാതാവിനെയും കാണാനുള്ള കറക്കത്തില്ല. എക്സാം ആയതുകൊണ്ടാ ഞാൻ കൂടെ പോവാത്തത്. ആ അത് നന്നായി. അല്ല റബേക്ക, എനിക്കൊരു സംശയം. ഈ ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ MBBS കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ്മെന്റ് കിട്ടാറുണ്ടോ? അങ്ങനെ എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപൂർവമായി സംഭവിക്കുമായിരിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഒരു സംശയം ചോദിച്ചതാ. നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. എന്റെ അറിവിലില്ല. അല്ല, വിസ്മയ്ക്ക് ഇപ്പോഴേ ഒരു ജോലി ഉറപ്പിക്കാനാണോ ഈ ചോദ്യമൊക്കെ? അതെ, എക്സാം കഴിഞ്ഞാൽ അവളുടെ കാര്യം കൂടി നോക്കണമല്ലോ. അവളെ കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ടെന്നേ. പഠിച്ചിറങ്ങുമ്പോ തന്നെ ഡോക്ടർ വിസ്മയെ കൊത്തിക്കൊണ്ടു പോകാൻ വിദേശത്ത് നിന്ന് വരെ ആളെത്തും. അതെനിക്കുറപ്പാ. അതെനിക്കറിയാം, അതാണ് എന്റെ എയിമും. പക്ഷെ അതിനു മുമ്പ് അവളെ ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എഗ്രിമെന്റ് ആക്കി കളയോ എന്നുള്ള ഭയം കൊണ്ട് ചോദിച്ചതാ ഞാൻ. അവൾ എവിടെയും വാക്ക് കൊടുത്തിട്ടില്ലെന്നാ എന്റെ അറിവ്. ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയാതിരിക്കില്ല. അതെ, അതാണ് ഞാൻ റബേക്കയോട് തന്നെ ചോദിച്ചത്. പക്ഷെ അവളുടെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ. ഞാൻ എല്ലാ കാര്യവും അവളോട് തുറന്ന് പറയാറുമുണ്ട്. പക്ഷെ അവൾ അങ്ങനെയല്ല. എന്നെക്കാളും കൂട്ട് എന്റെ മമ്മിയായിട്ടാ. അവര് തമ്മിൽ എന്തൊക്കെയോ സീക്രട്ട് ഇടപാടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, റബേക്കയുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ. അയ്യോ, എന്താ അവരുടെ പേര്? മഹേശ്വരി കുഞ്ഞമ്മ. ആള് തന്നെ. അല്ല, അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ? റബേക്കയ്ക്ക് അറിയാമോ അത്? അവർക്ക് എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. എന്താണെന്നറിയില്ല. അവരെന്തോ മലബാറിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നൊക്കെ കേട്ടു. ഉണ്ടാവുമായിരിക്കും, നോ ഐഡിയ. ഈ MBBS ഫൈനൽ പഠിക്കുന്ന കുട്ടികളെ 1 കോടി രൂപ വരെ കൊടുത്ത് നേരത്തെ എഗ്രിമെന്റ് ആക്കി വെക്കുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. വാട്ട്? 1 കോടിയോ? ഏട്ടനോട് ആരായി മണ്ടത്തരമൊക്കെ പറഞ്ഞ്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്രയും ബ്രില്യന്റ് ആയ കുട്ടികളാണെങ്കിൽ ചിലപ്പോ 5-10 ലക്ഷം കൊടുക്കുമായിരിക്കും. അത്ര തന്നെ. അതിൽ കൂടുതൽ കൊടുക്കില്ലല്ലോ? ആർക്കും കൊടുക്കില്ല. അതുറപ്പല്ലേ? 100%. അപ്പൊ വിസ്മയുടെ കയ്യിൽ കാശ് വന്നത് ആ വഴിക്കൊന്നുമല്ല. അവൾ എന്തോ വലിയ അപകടത്തിൽ ചെന്ന് തല വെച്ച് കൊടുത്തിട്ടുണ്ട്. തീർച്ച. വിനേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. റബേക്ക പൊക്കോളൂ. എനിക്ക് ചില ഫ്രണ്ട്സിനെ കൂടി ക്ഷണിക്കാനുണ്ട്. നമുക്ക് കാണാം. നിന്റെ വിനേട്ടൻ എന്താടി പറ്റിയത്? മഹേശ്വരി കുഞ്ഞമ്മയെ നിന്റെ ഏട്ടൻ എവിടെന്നാ പരിചയപ്പെട്ടത്? എനിക്കറിയില്ല. നിന്നെ MBBS പഠിക്കാൻ വിട്ടിട്ട് പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എടി, നീ സൂക്ഷിച്ചോ. നിന്റെ ഹൗസ് സർജൻസി കഴിയും മുമ്പ് വിനേട്ടൻ നിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലുകാർക്ക് വിൽക്കുമെന്നുള്ളത് ഉറപ്പാ.
അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച മട്ട നിന്റെ ഏട്ടന്. പാവം, ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയ നീ ലക്കിയാടി. നിന്റെ ഫ്യൂച്ചറിനെ ഓർത്തുള്ള ആൻസൈറ്റിയാണ് നിന്റെ ഏട്ടന്. ആ അതെ, ചേച്ചിയുടെ കല്യാണത്തിന്റെ തിരക്കിലും എന്നെ ഓർത്തുള്ള ടെൻഷനാ. നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയതില് ഞാൻ ഭാഗ്യവതിയാ. പക്ഷേ അയ്യടാ, ഏട്ടനെ പറ്റി പറഞ്ഞപ്പോ അനിയത്തിയുടെ കണ്ണ് നിറഞ്ഞല്ലോ. അത് വിട്. നീ വിമലേച്ചി കണ്ടോ? ഇല്ല. വധു എവിടെ? വിമലേച്ചി മീനയും കൂടി അകത്തുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. നീയും വാ. ഞാൻ വരാം, നീ ചെല്ല്. ചെല്ലടി. സത്യം കണ്ടുപിടിക്കാൻ വിനേട്ടൻ എന്റെ പിന്നാലെയുണ്ട്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാം ഞാൻ വിനേട്ടനോട് പറയും. ഇപ്പൊ അറിഞ്ഞ ചിലപ്പോ വിമലേച്ചിയുടെ കല്യാണം തന്നെ മുടങ്ങിപ്പോവും. പെട്ടെന്ന് തന്നെ ഹോട്ടലിലെത്തിയില്ലെങ്കിൽ മഹേശ്വരി മാഡം ഇവിടെ എത്തും. വിനേട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം. റബേക്കയുടെ 2 വീലർ എടുത്ത് പോയാലോ? ചേച്ചി ഇതിങ്ങനെയല്ലേ? രോഹിണി ചേച്ചിയുടെ മുഖം നോക്കി. ഹായ്. ഓർമ്മയുണ്ടോ ഈ ശബ്ദം? വിമലേച്ചി ആരാന്ന് പറ. പറയൂ. ഈ വീട്ടിലെ ഏത് റൂമിൽ ഇടിച്ചു കയറി വരാൻ ധൈര്യമുള്ള ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. റബേക്ക തന്നെ. സമ്മതിച്ചു. വിമലേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്റെ മനസ്സിൽ താലികെട്ട് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഒന്ന് പോടി അവിടുന്ന്. ഒരു താലികെട്ട്, അത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഒരു ഷോ കാണിക്കലല്ലേ? എന്റെ മനസ്സിൽ പക്ഷേ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള നാത്തൂനോട് ചോദിച്ചു നോക്ക്. ശരിയല്ലേ ചേച്ചി? എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? പറ ചേച്ചി. വീണ, നീ ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. ശരി ശരി റബേക്ക, വാ നമുക്ക് കല്യാണ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ കാണാം. പിന്നെ അത് കാണണ്ടേ? വിമലേച്ചി കണ്ണടച്ചിരുന്ന് ഫസ്റ്റ് നൈറ്റിനുള്ള പ്രിപ്പറേഷൻസ് ആക്കിക്കോ. ഒന്ന് പോടി അവിടുന്ന്. വീണേ, നീ വാ. ശരി വാ. ഓ, അപ്പോ നീ ഇവിടെയൊന്നും അല്ലായിരുന്നു. നീ എന്റെ കാറിൽ കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എന്താണ് ഒരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. ഇവളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? റബേക്കയുടെ 2 വീലർ ആണല്ലോ. അല്ലാതെ ഞാൻ എവിടെ പോവാനാ? ഞാൻ അത്യാവശ്യമായി വിസ്മയുടെ വീട് വരെ വന്നതാ. അവളുടെ ചേച്ചിയുടെ കല്യാണമല്ലേ. റബേക്ക, ശരിടാ, വിളിക്കാൻ ഞാൻ. വിസ്മയ നിന്റെ 2 വീലറും കൊണ്ട് എങ്ങോട്ടാ പോയത്? അവള് ടൗണിൽ പോയതാണെന്ന് തോന്നുന്നു. എന്തിന്? കല്യാണത്തിനുള്ള ബൊക്കയുടെയും മാലയുടെയും മോഡൽ മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അതിന് പോയതായിരിക്കും. ഇപ്പൊ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് തിരിച്ചു പോവണ്ടേ? ഹലോ, വിസ്മയുടെ ചേച്ചിയുടെ കല്യാണം ഇവിടെ. ഗോകുല് വരുന്നുണ്ട്.
ബൊക്കയുടെയും മാലയുടെയും മോഡൽ മാറ്റാൻ അവൾ തന്നെയല്ലേ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോൾ റെബേക്കയോട് പറഞ്ഞതും കള്ളമാണ്. അവൾ പോയത് മറ്റെവിടേക്കും ആയിരിക്കില്ല. ആ മഹേശ്വരി കുഞ്ഞമ്മ വിളിച്ചിട്ട് ആ ഹോട്ടലിലേക്ക് പോയതാവും. മഹേശ്വരി കുഞ്ഞമ്മയും അവളും തമ്മിലുള്ള ഡീൽ എന്ന് ഞാൻ കണ്ടുപിടിക്കും. അതറിഞ്ഞിട്ട് മതി വിമലയുടെ കല്യാണം.